ഹലോ ദിസ് ഇസ് ആതിര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ റെസിനായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റെസിനായിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി റെസിനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ പ്രോഡക്റ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഐ എം നോട്ട് ഷുവർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നു. ബിക്കോസ് ഇതുവരെ റെസിനായിട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് റെസിനായിട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നറിയാത്ത ആബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ റെസിനായിട്ട് എന്ന് പറയുന്നത് ഒരുപാട് പ്രോഡക്റ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. അതിപ്പോൾ ഗിഫ്റ്റ്സ് ആവാം, ഡെക്കോർ ഐറ്റംസ് ആവാം, ജ്വല്ലറി ആവാം, അങ്ങനെ ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ് റെസിനായിട്ട് എന്ന് പറയുന്നത്. ലൈക്ക് റെസിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സിന് ലിമിറ്റ്ലെസ് ആണ്. അതും ഓരോ സീസൺ ബൈ സീസൺ, ഓരോ പുതിയ സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ ഗോയിങ് ഫോർവേഡ് ഓരോ മാസം ഓരോ ഇയേഴ്സ് വരുമ്പോൾ പുതിയ മോൾഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, പുതിയ ടെക്നിക്സ് വരുന്നുണ്ട്. അപ്പം റെസിനായിട്ട് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റ്ലെസ് ആയിട്ടുള്ളൊരു മീഡിയം, ഒരു ആർട്ട് ഫോമാണ്. നമുക്ക് ഒരുപാട് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ആർട്ട് ഫോമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസെൻഷ്യൽസ് ആയിട്ട് ലൈക്ക് ഈ ചില സാധനങ്ങൾ ഇല്ലാണ്ട് ഈ ഒരു റെസിനായിട്ട് തുടങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊരു ബേസിക് ബിഗിനർ ലെവൽ ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സപ്ലൈസ്, ടൂൾസ് ദാറ്റ് യുൾ നീഡ് ടു സ്റ്റാർട്ട് റെസിൻ ആർട്ട്. ഞാനിതൊരു സീരീസ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു പാർട്ട് 1 പോലെ ചെയ്തിട്ട് ഗോയിങ് ഫോർവേഡ് നമുക്ക് ഓരോ പുതിയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ്, അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്, അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഡിഫറെൻറ്റ് എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സീരീസ് ആയിട്ട് ആഡ് ചെയ്യാനാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമുക്ക് എങ്ങനെ റെസിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള എസെൻഷ്യൽ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് റെസിനാണ്. ഇപ്പോക്സി റെസിനാണ് നമ്മൾ റെസിനാർട്ടിന് വേണ്ടിയിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോക്സി റെസിൻ എന്ന് പറയുന്നത് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഇന്നൊരു ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഓൾമോസ്റ്റ് ഇപ്പോക്സി റെസിൻ ആണെങ്കിൽ നമുക്ക് ആമസോണിലും ഗൂഗിളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്സിൽ പോയാൽ പോലും കിട്ടുന്ന ഇപ്പോക്സി റെസിൻ എല്ലാം ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നു അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ബ്രാൻഡൊക്കെ സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് റെസിൻ ബ്രാൻഡ് ചെയ്താൽ അങ്ങനെ നോക്കി പോകേണ്ടൊന്നും ആവശ്യമില്ല. ബിക്കോസ് ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ റെസിനായിട്ട് ഒരു അപ്കമിങ് ആയിട്ടുള്ളൊരു ട്രെൻഡിങ് മെറ്റീരിയലാണ്. അതിന് ഒരുപാട് പ്രോഡക്റ്റ്സ്, ഒരുപാട് ആൾക്കാർക്ക് അത് വേണം എന്നുള്ളൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും അതിലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു റെസിൻ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്രാഫ്റ്റ് ഷോപ്സിലും ഓൺലൈനും ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റെസിൻ നമുക്ക് 2 ടൈപ്പിൽ കിട്ടും. ഒന്നെന്ന് പറയുന്നത് 1:2 റേഷ്യോ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 1:3 റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് 1:2 ആണോ 1:3 ആണോ ആദ്യം യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1:3 ആയിരിക്കും. നിങ്ങളൊരു ബിഗിനറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 1:3 വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസിയർ. ബിക്കോസ് 1:3 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇനഫ് ടൈം കിട്ടും നിങ്ങളതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 1:2 റേഷ്യോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ക്യൂർ ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ചെയ്യുന്ന റേഷ്യോ ആണ് 1:2. അപ്പം ആസ് എ ബിഗിനർ നിങ്ങൾ 1:3 സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ ഗോയിങ് ഫോർവേഡ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഏതൊക്കെ പ്രോഡക്ട്സിന് 1:2 യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സിന് 1:3 യൂസ് ചെയ്യാമെന്ന്. പിന്നെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അത് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് 1:2 വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടെന്നല്ല, ബട്ട് സ്റ്റിൽ 1:3 വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ 1:3 റേഷ്യോ എന്ന് പറയുമ്പോൾ റെസിൻ ആണ് പാർട്ട് എ, ഹാർഡനർ ആണ് പാർട്ട് ബി. അപ്പോൾ റെസിൻ ഇപ്പോൾ 30 ഗ്രാംസ് എടുക്കുകയാണെങ്കിൽ ഹാർഡനർ 10 ഗ്രാംസ് ആയിരിക്കണം. സോ ഈ റെസിൻ ടു ഹാർഡനർ എന്ന് പറയുന്ന റേഷ്യോ 1:3 ആയിരിക്കണം. അതായത് 1 പാർട്ട് ഓഫ് ഹാർഡനറിന് 3 പാർട്സ് ഓഫ് റെസിൻ, അങ്ങനെയായിരിക്കും അതിൻ്റെ റേഷ്യോ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യുമ്പോഴും അത് പ്രോപ്പർലി മെഷർ ചെയ്യണം. ബിക്കോസ് പ്രോപ്പറായിട്ട് നിങ്ങൾ റെസിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റെസിൻ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ മിക്സിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നന്നായിട്ട് വരില്ല. പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ക്യൂർ ആവില്ല, ഹാർഡൻ ആവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹാർഡ്നെസ്സിൽ നിങ്ങളൊരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടില്ല. എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പിന്നെയും ഒരു 24 hours കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ചില ഏരിയാസിലൊക്കെ സ്റ്റിക്കിനെസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ റേഷ്യോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റെസിനാണ്. 1:2 അല്ലെങ്കിൽ 1:3. ബെറ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1:3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെയിങ് മെഷീനാണ്. അപ്പോൾ ഈ വെയിങ് മെഷീൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ടൈപ്പും ഉണ്ട്, മാനുവൽ ടൈപ്പും ഉണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ഇത് അത്ര കോസ്റ്റ്ലി അല്ല. നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ
ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വെയിങ് മെഷീൻസ് അവൈലബിൾ ആണ്. വെയിങ് മെഷീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റെസിൻ ആൻഡ് ഹാർഡനർ തമ്മിലുള്ള റേഷ്യോ പ്രോപ്പറായിട്ട് മെഷർ ചെയ്തെടുക്കണമെങ്കിൽ ബെറ്റർ യൂസ് എ വെയിങ് മെഷീൻ. ബിക്കോസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വെയിങ് മെഷീൻ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ. വെയിങ് മെഷീൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മെഷറിംഗ് കപ്സ് കിട്ടും. പണ്ട് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മെഷറിംഗ് കപ്സ് ഒക്കെ കിട്ടും. ലൈക്ക് പ്ലാസ്റ്റിക് കപ്സിൽ തന്നെ ഇങ്ങനെ 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ ഇങ്ങനെ മാർക്കിങ്സ് ഉള്ള പ്ലാസ്റ്റിക് കപ്സ് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ മെഷർമെൻറ്റ്സ് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ പോർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പോർ ചെയ്യുമ്പോഴത്തേക്കും അത് കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ പോർ ചെയ്യുന്ന റെസിൻ അല്ലെങ്കിൽ ഹാർഡനറിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനത്തെ വരുന്ന സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പർ മെഷർമെൻറ്റ്സ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് ബെറ്റർ നിങ്ങളൊരു വെയിങ് മെഷീന് ഇൻവെസ്റ്റ് ചെയ്യുക. വെയിങ് മെഷീൻ ഒരു ബേസിക് വെയിങ് മെഷീന് ഒരു പ്രൈസ് വരുന്നത് ഒരു 300-400 റേഞ്ചിലായിരിക്കും പ്രൈസ് വരുന്നത്. സോ പ്രോപ്പർ ഒരു വെയിങ് മെഷീൻ നിങ്ങളുടെ റെസിൻ ആർട്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, വാങ്ങിക്കുക. അടുത്തതായിട്ട് ഞാൻ എപ്പോഴും റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലൗസ് ആണ്. അപ്പോൾ ഇത് നൈട്രൈൽ ഗ്ലൗസ് ആണ്, ബ്ലൂ കളർ ഈ സർജിക്കൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഗ്ലൗസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലൗസ് അല്ലെങ്കിൽ നോർമൽ പ്ലാസ്റ്റിക് ഗ്ലൗസ് ആണെങ്കിലും മെഡിക്കൽ സ്റ്റോഴ്സ് അല്ലെങ്കിൽ നോർമൽ പാക്കിംഗ് സ്റ്റോഴ്സിലൊക്കെ ഇങ്ങനത്തെ ഗ്ലൗസസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. എന്ത് തരം ഗ്ലൗസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ നൈട്രൈൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്രയും എക്സ്പെൻസീവ് ആയിട്ട് പോകണ്ടെന്നാണെങ്കിൽ നോർമൽ പ്ലാസ്റ്റിക് ഗ്ലൗസ് ആണെങ്കിലും മതി. എന്ത് ഗ്ലൗസ് ആണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ കൺട്രോളിലല്ല ഈ റെസിൻ നമ്മൾ പോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർഡനർ നമ്മൾ പോർ ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് സ്പില്ല് ചെയ്യാം. പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ സ്കിന്നിലൊക്കെ ആവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം റെസിൻ ഇങ്ങനെ സ്കിന്നുമായിട്ട് കോൺടാക്റ്റ് എപ്പോഴും വരുന്നത് അത്ര നല്ലതല്ല. ബിക്കോസ് വൺസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും പ്രോപ്പറായിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ റെസിൻ ആർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത മെറ്റീരിയൽ. ഞാൻ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മാസ്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന നോർമൽ ക്ലോത്തിൻ്റെ മാസ്കോ അങ്ങനത്തെ മാസ്കൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമല്ല. ബിക്കോസ് റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വെക്കുന്നത് റെസിൻ ആർട്ടിൽ നിന്ന് വരുന്ന ഫ്യൂംസ് ഭയങ്കര ടോക്സിക് ആയിരിക്കും. അപ്പോൾ ഫ്യൂംസ് നമുക്ക് അധികം ബ്രീത്ത് ചെയ്യാണ്ടിരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ ക്ലോത്ത് മാസ്ക് അല്ലെങ്കിൽ നമ്മൾ സർജിക്കൽ മാസ്ക് അങ്ങനത്തെ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അത് കൂടുതലും ആ ഫ്യൂംസിനെ കൺട്രോൾ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ റെസിൻ ആർട്ട് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിങ്ങൾ മാസ്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല വെല്ലിറ്റ് അല്ലെങ്കിൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നിങ്ങൾ ഒരു വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വൺസ് ഇൻ എ വൈൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാസ്ക് ഉണ്ടെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ റെസിൻ ആർട്ടിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിതൊരു പ്രൊഫഷൻ പോലെ ഒരു ബിസിനസ് പോലെ ചെയ്തെടുക്കാനാണെങ്കിൽ എന്നും നിങ്ങൾ റെസിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റെസിൻ ആർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ബെറ്റർ നിങ്ങൾ ഒരു മാസ്കിന് ഇൻവെസ്റ്റ് ചെയ്യുക. മാസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്, ഓൾറെഡി എവിഡൻ്റ് ആണ്. ഇപ്പോക്സി റെസിൻ്റെ ഫ്യൂംസ് അതായത് നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇത് ലിക്വിഡായിട്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, പോർ ചെയ്യുന്ന സമയത്ത് ഈ ഹാർഡനറും റെസിനും നമ്മൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഫ്യൂംസ് ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ അത്രയും വിസിബിൾ ആയിരിക്കില്ല, പക്ഷേ ഫ്യൂംസ് ഉണ്ടാവും. ആ ഫ്യൂംസ് ആണ് ടോക്സിക് ആയിട്ടുള്ളത്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ഇത്തിരി സമയം കഴിയുമ്പോൾ അത് ഹാർഡൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹാർഡായി വരുമ്പോഴത്തേക്കും ആ ഒരു ഫ്യൂംസ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യുമല്ലോ. അപ്പം പിന്നെ അതൊരു ടോക്സിക് സിറ്റുവേഷൻ അല്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും റെസിനുമായിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഒരുപാട് അടുത്ത് പോയി ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്ര ഡിസ്റ്റൻസിലായിരിക്കില്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ എല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കി പോറൊക്കെ ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് നമ്മൾ അടുത്തോട്ടായിരിക്കും പോകുന്നത് റെസിൻ്റെ. അതായത് നമ്മുടെ ഫേസും റെസിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ മാസ്ക് എപ്പോഴും വയ്ക്കുന്നതായിരിക്കും അഡ്വൈസബിൾ. അപ്പോൾ അടുത്തത് മാസ്കാണ്. അടുത്തൊരു എസെൻഷ്യൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏപ്രിൻസ് ആണ്. ഏപ്രിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് ഏപ്രിൻസ് ഇട്ട് വർക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി എപ്പോഴും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ഓൾഡ് ക്ലോത്ത്സ് ഇടാൻ നോക്കുക. ബിക്കോസ് നല്ല ഡ്രസ്സിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ റെസിൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിൻ നമ്മുടെ ക്ലോത്ത്സിൽ വീഴുവാണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ മായ്ച്ച് കളഞ്ഞിട്ട് കൈകൊണ്ട് മാറ്റി കളഞ്ഞിട്ടൊന്നും അത് പോവില്ല. ആ റെസിൻ അതിലൊരു ഡ്രോപ്പ് ആണെങ്കിൽ പോലും നമ്മുടെ ക്ലോത്ത്സിൽ വീണിട്ട് അത് പിന്നെ ഇരുന്ന് ഹാർഡൻ ആവുമല്ലോ. ഹാർഡൻ ആയതിനു ശേഷം പിന്നെ അതൊരു ഹോള് ഫോം ചെയ്യും നമ്മുടെ ക്ലോത്ത്സിലാണെങ്കിൽ. അപ്പോൾ ബി വെരി കെയർഫുൾ വിത്ത് യുവർ ക്ലോത്ത്സ്. നിങ്ങൾ കഴിവതും ഓൾഡ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓൾഡ് ക്ലോത്ത്സ് ഇടുക അല്ലെങ്കിൽ ഒരു ഏപ്രിൻ മേടിച്ചിട്ട് ഏപ്രിൻ ഇട്ടിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് മെറ്റീരിയൽ. അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആണ്.
നിങ്ങൾ എവിടെ വെച്ച് റെസിൻ ആർട്ട് വർക്ക് ചെയ്താലും ലൈക്ക് നിങ്ങളുടെ ഡൈനിങ് ടേബിളിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിലാണോ എവിടെ വെച്ചിട്ട് നിങ്ങൾ എത്ര കെയർഫുള്ളായിട്ട് നിങ്ങൾ നോക്കിയാലും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെസിൻ സ്പില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ ചിലപ്പോൾ നിങ്ങൾ വെയിങ് മെഷീനിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ റെസിൻ സ്പില്ല് ചെയ്ത് നിങ്ങളുടെ ടേബിൾസിൽ വീഴാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ടേബിൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ അതല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് കൈൻഡ് ഓഫ് സിലിക്കൺ ഷീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ പിന്നെ വരുന്ന സ്റ്റേജസിൽ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് നോർമൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ ടേബിൾസ് സ്പോയിൽ ആവാണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം. അടുത്തൊരു മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ മോൾഡാണ്. അപ്പോൾ സിലിക്കൺ മോൾഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാർഡ് ഷേപ്പിൻ്റെ സിലിക്കൺ മോൾഡാണ്. ഇത് അഗേറ്റ് ഷേപ്പിൻ്റെ, ഇതൊരു 5 ഇഞ്ചിൻ്റെ സിലിക്കൺ മോൾഡാണ്. ഇത് 6 ഇഞ്ചിൻ്റെ സിലിക്കൺ മോൾഡാണ്. അപ്പോൾ സിലിക്കൺ മോൾഡ്സ് ഒരുപാട് സൈസസിൽ ഒരുപാട് ഷേപ്സിൽ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റാണ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഒരുപാട് സിലിക്കൺ മോൾഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ബിഗിനറായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സിലിക്കൺ മോൾഡിന് തന്നെ റെസിനായിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ശരിക്കും പറഞ്ഞാൽ റെസിനായിട്ട് നമുക്ക് ചെയ്യാൻ മെയിൻലി 2 ടെക്നിക്സ് ഉണ്ട്. 2 ടെക്നിക്സ് മേ ബി അതിനേക്കാളും കൂടുതലുണ്ടാവാം. ഒന്നെന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ച സിലിക്കൺ മോൾഡ്സ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് MDF യൂസ് ചെയ്യാം. ബേസ് MDF യൂസ് ചെയ്തിട്ട് MDFിൻ്റെ മുകളിൽ നമുക്ക് റെസിനായിട്ട് ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോൾഡിൻ്റെ മാത്രമാണ്. ബിക്കോസ് MDFിൽ റെസിനായിട്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വേറൊരു എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറയും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണ്ടത് പ്ലാസ്റ്റിക് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെസിനും ഹാർഡ്നറും ഒക്കെ മിക്സ് ചെയ്യണം, എന്നിട്ടായിരിക്കും നമ്മൾ റെസിനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പേപ്പർ കപ്പിനേക്കാളും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കപ്സ് ആണ്. ബിക്കോസ് പ്ലാസ്റ്റിക് കപ്പിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കുറച്ച് ബാക്കി വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് അത്രയും എമൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ പ്ലാസ്റ്റിക് കപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കപ്സൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി ഈ ഇതിനകത്ത് കിടക്കുന്ന റെസിൻ കംപ്ലീറ്റ്ലി ഹാർഡനായി കഴിഞ്ഞാൽ നമുക്കത് ഇളക്കി കളയാൻ പറ്റും, കളഞ്ഞിട്ട് ഇത് പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റും. പേപ്പർ കപ്സ് ആണെങ്കിൽ നമുക്കതിങ്ങനെ ഇളക്കി കളയാൻ പറ്റില്ല. അത് എത്രത്തോളം റെസിൻ അതിലുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ ആ റെസിൻ്റെ ഏരിയ ഇങ്ങനെ കൂടി ആ കപ്പ് നമുക്ക് അത്രയും തിരിച്ച് റീയൂസ് ചെയ്യാൻ പറ്റില്ല. സോ ബെറ്റർ പ്ലാസ്റ്റിക് കപ്പ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്ലാസ്റ്റിക് കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കപ്പ് ഇത്ര സൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഇത്ര വലിയ സൈസ് മേടിക്കണം എന്നില്ല. മേടിക്കുവാണെങ്കിലും വലിയ സൈസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു പ്ലാസ്റ്റിക് കപ്സും കൂടെ വാങ്ങുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന എല്ലാ മോൾഡിനും ഇത്രയും സൈസിലുള്ള റെസിൻ ക്വാണ്ടിറ്റിയുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എപ്പോൾ കപ്സ് മേടിക്കുമ്പോഴും ഒരു 2-3 സൈസസ് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരു സെറ്റ് ഇപ്പോൾ വലുത്, പിന്നെ ഒരു സെറ്റ് ഭയങ്കര ചെറുത്. ലൈക്ക് നമ്മളിപ്പോൾ കീ ചെയിൻസോ അങ്ങനത്തെ കുഞ്ഞു പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും റെസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇതിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഇത്രയും വലിയൊരു കപ്പിൽ ഇത്രയും ഏരിയയിൽ മാത്രമേ റെസിൻ വരത്തുള്ളൂ. അപ്പം കുഞ്ഞ് സൈസ് 2-3 സൈസസ് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ അതാണ് എൻ്റെ നെക്സ്റ്റ് മെറ്റീരിയൽ. അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പാറ്റുലാസ് ആണ്. അപ്പോൾ സ്പാറ്റുലാസ് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പാറ്റുലാസ് ആണ്. അപ്പോൾ ഈ റെസിനും ഹാർഡനറും നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് പോർ ചെയ്തിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇപ്പോൾ കളേഴ്സ്, ഈ റെസിനാട്ടിൽ നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കളേഴ്സ് എടുത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ മിക്സിങ് പരിപാടീസ് ഒരുപാട് ഈ റെസിനാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പാച്ചുല, ഈ ഒരു പ്ലാസ്റ്റിക് സ്പാച്ചുല യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ റെസിൻ ആയാലും ഇപ്പോൾ കളേഴ്സൊക്കെ ആയാലും ഡ്രൈ ആയിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി കളഞ്ഞിട്ട് റീയൂസ് ചെയ്യാം. ഇല്ല എനിക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോർമൽ ഐസ്ക്രീം സ്റ്റിക്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഐസ്ക്രീം സ്റ്റിക്സ് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് റീയൂസ് ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ വരും ഐസ്ക്രീം സ്റ്റിക്സ് ആണെങ്കിൽ. പക്ഷേ പ്ലാസ്റ്റിക് സ്റ്റിക്സ് ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ്ലി റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത മെറ്റീരിയൽ, സ്റ്റിക്സ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്സ്. അടുത്തൊരു എസെൻഷ്യൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കളേഴ്സാണ്. അപ്പോൾ നമ്മൾ പല റെസിൻ ആർട്ട് ഫ്രെയിംസും ഒക്കെ കാണുമ്പോൾ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല അല്ലേ. പലതിനും നമുക്ക് കളേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും പാറ്റേൺസും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കളർ പിഗ്മെൻറ്റ്സ് വേണം. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നൊരു ഇത്തിരി സോളിഡ് ആയിട്ടുള്ളൊരു ലൈക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രിലിക് പെയിൻ്റ് ഒക്കെ വാങ്ങില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത്. പിഗ്മെൻ്റ് ആണ്. പിന്നെന്ന് പറയുന്നത് പൗഡർ ഫോമാണ്. പൗഡർ ഫോമിൽ വരുന്നത് മൈക്ക പൗഡറാണ്. അപ്പോൾ മൈക്ക പൗഡറും വരും, ഈ ഒരു ഒപ്പേക്ക് പിഗ്മെൻറ്റും വരും. അപ്പോൾ ഞാനിത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നല്ല ഒപ്പേക്നെസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻസി ഫീൽ ചെയ്യാണ്, നല്ലൊരു ഒപ്പേക്ക് ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഈ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് ഷൈനി ആയിട്ട്, കുറച്ച് ഷിമ്മറി ഷൈനി ആയിട്ട് വരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത്ര ഒപ്പേക്ക് ആയിരിക്കില്ല, നമുക്ക് കുറച്ചൊക്കെ ഒരു ട്രാൻസ്പെറൻസിയും വരും. അങ്ങനത്തെ ഫിനിഷാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മൈക്ക പൗഡർ യൂസ് ചെയ്യാം.
അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മെറ്റീരിയൽ. അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് റെസിനാട്ടിനെ കുറിച്ച് എവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു ടേമാണ് ബബിൾസ് ഫോം ചെയ്യുന്നത് അല്ലേ. റെസിനാട്ട് നമ്മൾ എങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും കളേർഡ് റെസിനാട്ട് ആണെങ്കിലും എങ്ങനെ ചെയ്യുവാണെങ്കിലും ബബിൾസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 പ്രോഡക്റ്റ്സാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഒന്നെന്ന് പറഞ്ഞാൽ ബബിൾ സ്പ്രേ. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നമ്മുടെ നോർമൽ ഒരു സ്പ്രേ പോലെ ഇരിക്കും. അപ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ബബിൾസിനെ മാറ്റാൻ പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ടോച്ചാണ്. അപ്പോൾ ഇത് ബ്ലൂ ടോച്ചിൻ്റെ ഒരു കുഞ്ഞ് സൈസാണ്, പക്ഷേ ഇതിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ വലിയ സൈസിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ബ്ലൂ ടോച്ചിൻ്റെ കുഞ്ഞു ടൈപ്പാണ്. ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് വരും. ഹീറ്റ് വന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബബിൾസ് കളയാൻ പറ്റും. ചില സമയത്ത് ഇത് രണ്ടും വർക്ക് ചെയ്യില്ലെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് ബബിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ബബിൾസിനെ പോപ്പ് ഔട്ട് ചെയ്ത് ബബിൾസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ടൂത്ത് പിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ബബിൾസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബബിൾസ് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ റെസിനാട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഡസ്റ്റൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് റെസിനാട്ടിൽ. ഒരു സമയം കഴിഞ്ഞാൽ ഡ്രൈ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതെടുത്ത് മാറ്റാൻ പറ്റില്ല. നമുക്ക് കൈ കൊണ്ടും മാറ്റാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടാവും, ഗ്ലൗസ് കൊണ്ടും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈവൻ ഈ സ്പാച്ചുല എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു തിക്നെസ് കൂടുതലാണ്, ഇതുകൊണ്ടും ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഡസ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസെക്ട്സ് ഒക്കെ ഇങ്ങനെ വീഴാറുണ്ട് റെസിനാട്ട് ഫ്രെയിമിൽ. അപ്പോൾ ഈ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ മാറ്റാൻ പറ്റും. അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെവലറാണ്. അപ്പോൾ ഈ ലെവലറും അഗെയിൻ നമ്മളിപ്പോൾ കുഞ്ഞ് പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ 4 ഇഞ്ചിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലെവലറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ വലിയ മോൾഡും വലിയ ആർട്ട് ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെക്കുന്ന സർഫസ് ചിലപ്പോൾ നിങ്ങളുടെ ടേബിൾ ആവാം, അല്ലെങ്കിൽ ചിലർ ഫ്ലോറിൽ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ടേബിൾ ഏതൊരു സർഫസ് ആണെങ്കിലും എല്ലാ സർഫസും പ്രോപ്പറായിട്ട് ലെവൽഡ് ആയിരിക്കില്ല, ഒരേപോലെ ലെവൽഡ് ആയിരിക്കില്ല. അപ്പം നമ്മൾ ഇത് വെച്ച് ചെയ്യുന്ന സർഫസ് ലെവൽഡ് അല്ല, കുറച്ച് സ്ലോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്ക് അവസാനം ഫൈനലി ഇത് ഹാർഡൻ ചെയ്ത് കിട്ടുമ്പോൾ ഒരു സൈഡിൽ തിക്കറും ഒരു സൈഡിൽ തിന്നുമായിട്ടിരിക്കും. അപ്പം ഭയങ്കരമായിട്ട് ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരാണ്ടിരിക്കാൻ ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസിൽ ഈ ലെവലർ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ ലെവലറിൽ ഇങ്ങനെ ബബിൾസ് ഉണ്ട്. അപ്പോൾ ബബിൾസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ നമ്മൾ വെച്ചിരിക്കുന്ന സർഫസ് ലെവൽഡ് ആണോ, സ്ട്രെയിറ്റ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്ലോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അതനുസരിച്ച് നമുക്ക് സർഫസ് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ലെവലേഴ്സ് വെച്ചിട്ട് സർഫസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു എസെൻഷ്യൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു സില്ലി മെറ്റീരിയൽ ആയിരിക്കും, പക്ഷേ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പേപ്പർ ടവൽസ്. ബിക്കോസ് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും നമ്മുടെ റെസിഡ്യൂസ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിലോ അത് നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മെസ്സിയാണ് റെസിനാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഗ്ലൗസ് ഉണ്ട്, ഓക്കെ ഫൈൻ, പക്ഷേ ബാക്കി ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കപ്പ് എടുക്കുന്നു, കപ്പാണെങ്കിൽ ഇപ്പോൾ ബ്ലൂ ടോച്ച് എടുക്കുന്നു, ബ്ലൂ ടോച്ച് ആണെങ്കിലും അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ടൂൾസിലേക്ക് ഈ റെസിൻ്റെ സ്പില്ലേജും റെസിഡ്യൂസും ഒക്കെ അവിടെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബെറ്റർ നിങ്ങൾ പേപ്പർ ടവൽ വെച്ചൊന്ന് വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഈ റെസിൻ ക്ലീനർ ആയിട്ടുള്ള ലിക്വിഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനത്തെ റെസിൻ ക്ലീനർ ആയിട്ടുള്ള ലിക്വിഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അത് വൈപ്പ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വൺസ് അത് എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ നമ്മുടെ ഫ്ലോർ ടൈൽസിലും ഒക്കെ ഇത് സ്പിൽ ചെയ്ത് വീഴാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹീറ്റ് ഗൺ ആണ്. അപ്പോൾ ഈ ഹീറ്റ് ഗൺ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഷൻ ആർട്ടൊക്കെ ചെയ്യാനാണ്. അപ്പം ഓഷൻ ആർട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വേവ്സും നമ്മൾ വൈറ്റ് കളർ ആഡ് ചെയ്തിട്ട് ആ ഒരു വേവ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹീറ്റ് ഗൺ യൂസ് ചെയ്യുന്നത്. അതിന് മാത്രമല്ല ഇത് ആക്ച്വലി ബബിൾസ് റിമൂവ് ചെയ്യാനും ഈ ഒരു ഹീറ്റ് ഗൺ ഹെൽപ്പ് ചെയ്യും. ഹീറ്റ് ഗണ്ണിന് ആക്ച്വലി ഈ ഒരു ടൈപ്പിനൊക്കെ വരുന്ന ഒരു 600-700 റേഞ്ച് ആയിരിക്കും ഈ ഒരു ഹോട്ട് എയർ ഗണ്ണിന് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഹോട്ട് എയർ ഗണ്ണൊക്കെ വാങ്ങണം എന്നില്ല. ഗോയിങ് ഫോർവേഡ് നിങ്ങൾ ഓഷൻ ആർട്ടും അങ്ങനത്തതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്. അല്ലെങ്കിൽ നോർമൽ റെസിൻ ആർട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ജസ്റ്റ് ബേസിക് റെസിൻ ഫോട്ടോ ഫ്രെയിമിനൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യൂസ് വരുന്നില്ല. അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഭയങ്കര മിക്ക റെസിൻ ആർട്ട് ഫ്രെയിംസിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ടൈപ്പ് ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളർ ഫ്ലേക്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഡെക്കോർ എലമെൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തു, ഡ്രൈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളർ ഫ്ലേക്സ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ഡെക്കോർ എലമെൻ്റ് ആണ്. ഡെക്കോർ എലമെൻറ്റ്സ് വരുമ്പോൾ റെസിനാർട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരും. ലൈക്ക് നിങ്ങളുടെ തന്നെ ഐഡിയാസ് അനുസരിച്ച് അതും ലിമിറ്റ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗോൾഡൻ ഫ്ലേക്സ് മാത്രം ഇവിടെ കാണിക്കുന്നത്. അതർവൈസ് നിങ്ങൾക്ക് ഒരുപാട് ഗ്ലിറ്റേഴ്സ് കിട്ടും, ഇങ്ങനെ സ്റ്റോൺസ് കിട്ടും, അങ്ങനത്തെ അതും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീബറിങ് ടൂളാണ്.
അപ്പോൾ ഈ ഡീബറിങ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കട്ട് ബ്ലേഡ്സ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ ഒരു ടൈപ്പാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ കേർവ്ഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു റെസിൻ ആർട്ട് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഹാർഡൻ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ എഡ്ജസിലൊക്കെ എന്തെങ്കിലും ഒരു അപ്സ് ആൻഡ് ഡൗൺസോ ലെവൽ ഡിഫറൻസോ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീബറിങ് ടൂൾ യൂസ് ചെയ്തിട്ട് ആ സൈഡ്സൊക്കെ സ്ക്രേപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു ബെറ്റർ സ്മൂത്ത് ഫിനിഷിംഗ് ലുക്കിലേക്ക് മാറ്റാൻ പറ്റും. സോ അതിനാണ് ഈ ഡീബറിങ് ടൂൾ. അപ്പോൾ ഡീബറിങ് ടൂൾ മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ ഒരു ഫ്രെയിമിനൊക്കെ കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫിനിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഡീബറിങ് ടൂൾ. ഇതും പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് 150-200 റേഞ്ചിലായിരിക്കും ഈ ഒരു ഡീബറിങ് ടൂളിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് മെഷീൻസ് ആണ്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത് ഇത് മാനുവൽ ഡ്രില്ലിംഗ് മെഷീനാണ്, ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്ട്സിന് ചിലപ്പോൾ നിങ്ങൾ കീ ചെയിൻസ് ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഫ്രെയിംസിലാണെങ്കിലും നിങ്ങൾക്കത് ഹാങ്ങിങ് പോലെ ആക്കണം, ഇങ്ങനെ ഒരു ഹോൾ എവിടെയെങ്കിലും ഇടണം, അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് സ്ക്രൂസ് ഉണ്ടല്ലോ, സ്ക്രൂസ് ഒക്കെ നിങ്ങൾക്ക് അകത്തോട്ട് കയറ്റണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഡ്രില്ലിംഗ് ടൂൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മാനുവലും ഉണ്ട് ഇലക്ട്രിക്കും ഉണ്ട്. അപ്പോൾ ഇതും അഗെയിൻ ഇത് അത്ര ബേസിക് നെസസിറ്റി അല്ല, നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ അഡ്വാൻസ് ലെവൽസിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സാൻഡിങ് മെഷീനാണ്. ഇതൊരിക്കലും നിങ്ങൾ റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാൻഡിങ് മെഷീൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ ഞാനിവിടെ കാണിക്കാൻ കാരണം നമ്മളൊരു പ്രോഡക്റ്റ്, ഒരു റെസിൻ ആർട്ട് ഫ്രെയിം ഒക്കെ ചെയ്ത് തീരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് തീർന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും പോകാത്ത ചിലപ്പോൾ ബബിൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസെക്ട്സ് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എവറി ടൈം നമ്മളൊരു റെസിൻ ആർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ യൂഷ്വലി ഇപ്പോൾ ചെയ്യാറ് സാൻഡിങ് മെഷീൻ വെച്ചിട്ട് സാൻഡിങ് ചെയ്യും. പക്ഷേ നമുക്ക് ഈ ഒരു മെഷീൻ വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം ഇതിൻ്റെ താഴെ ഇവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, സാൻഡിങ് പേപ്പർ, ആ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സാൻഡിങ് പേപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. 10-20 റുപ്പീസിനൊക്കെ A4 ഷീറ്റ്സിൽ സാൻഡിങ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സാൻഡിങ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഡിഫോമിറ്റീസ് ഉള്ള ഏരിയാസൊക്കെ, നിങ്ങൾക്ക് തോന്നുന്ന ഏരിയാസൊക്കെ സാൻഡിങ് പേപ്പർ വെച്ച് നന്നായിട്ട് സാൻഡ് ചെയ്യാം. നന്നായിട്ട് സാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഫുൾ സ്ക്രാച്ചസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ റെസിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ ആ സ്ക്രാച്ചസ് ഒക്കെ വന്നാലും നമ്മൾ തിരിച്ചൊരു ടോപ്പ് ലെയർ ഓഫ് റെസിൻ, ഒരു ഫിനിഷിംഗ് ലെയർ ഒഴിക്കുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് വരും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫ്രെയിം ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, ഡിഫോമിറ്റീസോ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഫ്രെയിമിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സാൻഡിങ് പേപ്പർ വെച്ച് നന്നായിട്ട് സാൻഡ് ചെയ്യുക. സാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ലെയർ ഓഫ് റെസിനും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ടോപ്പ് കോട്ടിങ് വളരെ നന്നായിട്ട് നല്ലൊരു നീറ്റ് ഫിനിഷിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം അഗെയിൻ സാൻഡിങ് പേപ്പർ സാൻഡിങ് മെഷീൻ യൂസ് ചെയ്യണം എന്നില്ല. ഈ ഒരു സാൻഡിങ് മെഷീൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2000 അടുപ്പിച്ച് ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. പക്ഷേ സാൻഡ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 20 റുപ്പീസിൻ്റെ A4 ഷീറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങളുടെ റെസിൻ ആർട്ട് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുൾ പോറിംഗ് ഒക്കെ ചെയ്തിട്ട് അത് ഡ്രൈ ആവാൻ നിങ്ങൾ വെക്കുമല്ലോ. ഡ്രൈ ആവാൻ വെക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ഡസ്റ്റൊക്കെ അതിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡസ്റ്റൊക്കെ വീണാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ പിന്നെയും നമ്മളത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാൻഡ് ചെയ്ത് അങ്ങനെ കുറേ പ്രോസസ്സ് ഭയങ്കര കൂടും. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ ഫ്രെയിം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് അത് കവർ ചെയ്യുക. കുഞ്ഞു മോളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഈ വേണ്ടാത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് ബൗൾസ് ഒക്കെ വെച്ചിട്ട് തിരിച്ച് വെക്കുമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പ്ലാസ്റ്റിക് കപ്സൊക്കെ 4 സൈഡ്, ഈ ഫ്രെയിമിൻ്റെ 4 സൈഡും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്താൽ മതി. അപ്പോൾ അതും അഗെയിൻ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സോ കാർഡ് ഷീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യാം. സോ ദാറ്റ് നിങ്ങളുടെ ഫ്രെയിമിൽ, നിങ്ങളുടെ വർക്കിൽ ഡസ്റ്റും അങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വീഴാത്തതുപോലെ. അപ്പോൾ അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്ന നെക്സ്റ്റ് ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഐ തിങ്ക് ഞാൻ ഒരു ബിഗിനർ, ഇതുവരെ റെസിൻ ആർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് മൈ ഡിസ്ക്രിപ്ഷൻ, ഞാൻ അവിടെ ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടും, അല്ലെങ്കിൽ എവിടെ നിന്ന് മേടിക്കാൻ പറ്റും, ഏതായിരിക്കും ബെറ്റർ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. See you again for the next video. Thank you.